ചാലക്കുടി വാൽപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ 60 വർഷം പിന്നിടുന്ന സ്വകാര്യ ബസ് സർവീസ് നടത്തുന്നു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വന്നതിന് പിന്നാലെ യാത്രക്കാർ ഗണ്യമായി കുറഞ്ഞതാണ് ചീനിക്കാസ് ബസ് സർവീസ് അവസാനിപ്പിക്കാൻ കാരണം. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വനപാതയിലുള്ള സ്വകാര്യ ബസ് സർവീസ് കൂടിയാണ് ഇതോടെ നിലയ്ക്കുന്നത്. കാട്ടുപാതകളിലെ ജനങ്ങൾക്ക് പാലും പഴവും പച്ചക്കറിയും പത്രവുമെല്ലാം ഒരു പ്രതിഫലവും വാങ്ങാതെ എത്തിച്ചു നൽകി യാത്രക്കാരുടെ ഉപാധികളില്ലാത്ത സ്നേഹം പിടിച്ചുപറ്റിയ സ്നേഹക്കടയായിരുന്നു കേരള തമിഴ്നാട് സംസ്ഥാനാന്തര സർവീസായ ചീനിക്കാസ് ബസ്. എബിഡി ട്രാവൽസ് ലിമിറ്റഡ് ആണ് 1964 ഈ റൂട്ടിൽ ആദ്യമായി സർവീസ് ആരംഭിക്കുന്നത്. ലാഭകരമല്ലായിരുന്നിട്ടും പിന്നീട് എത്തിയവരും ഈ സർവീസ് നിലനിർത്തി. കോവിഡ് കാലത്താണ് തോട്ടത്തിൽ ട്രാൻസ്പോർട്ടിൽ നിന്ന് ചീനിക്കാസ് ഈ റൂട്ട് ഏറ്റെടുക്കുന്നത്. രാവിലെ 6:45 ചാലക്കുടിയിൽ നിന്ന് സാധനങ്ങളുമായി തിരിയുന്ന ബസ് ആളില്ലാത്ത സ്റ്റോപ്പുകളിൽ പോലും നിർത്തി തോട്ടം തൊഴിലാളികൾക്കുള്ള പത്രവും പച്ചക്കറി കിറ്റുകളും എത്തിച്ചിരുന്നു. ഒരു സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വനപാത കൂടിയായിരുന്നു ഇത്. 65 വർഷത്തോളമായി സർവീസ് നടത്തുന്ന ഒരു സർവീസാണ് ഇത്. വാൽപ്പാറ ചാലക്കുടി ഒരെണ്ണം ചാലക്കുടി എന്ന് പറഞ്ഞാൽ വാൽപ്പാറ തന്നെ പുറപ്പെടുന്ന അത് ഒറ്റ ട്രിപ്പ് മാത്രമുള്ള ഒരു ദിവസം. 65 കൊല്ലത്തോളം സർവീസ് നടത്തുന്ന ദിവസം ചീനിക്കാസിൻ്റെ അതിലിട്ട് 6 വർഷത്തിന് മേലെയായി. ഇതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാ ദിവസവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓടേണ്ടിയിരുന്നു. ഇപ്പോൾ പ്രിയദർശിനി വന്നുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. ഡെയിലി 4000-4500 ഓവറാണ്. ഡീസൽ അടിക്കാൻ കാശില്ല, പണിക്കാർക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല. ആ അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. ഇത് അതിരപ്പള്ളി കഴിഞ്ഞ പിന്നെ കാട്ടിക്കോടം മാത്രം പോണ വണ്ടിയാണ്. 110 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റൂട്ടിൽ പകുതിയിലേറെയും കാടാണ്. യാത്രാക്ലേശം രൂക്ഷമായ മലയോര മേഖലയ്ക്ക് താങ്ങായിരുന്ന ഒരു സ്നേഹ സർവീസിനാണ് പ്രിയദർശിനി പദ്ധതിക്ക് പിന്നാലെയുണ്ടായ പ്രതിസന്ധിയെ തുടർന്ന് കർട്ടൻ വീഴുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.